അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇട്ട വീഡിയോ നിങ്ങളെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് കണ്ടതിന് ശേഷം അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള നോട്ടുകൾ വായിച്ച് എല്ലാവരും മനസ്സിലാക്കി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന, അതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ജനസംഖ്യാശാസ്ത്രം, ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം ഇത് ഗ്രീക്ക് വേൾഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഡെമോഗ്രഫി, ജനസംഖ്യാശാസ്ത്രമാണ് അല്ലെങ്കിൽ ഡെമോഗ്രഫി. ഡെമോസ് എന്നും ഗ്രഫി എന്ന രണ്ട് വാക്കുകൾ ചേർന്നിട്ട് ജനങ്ങൾ. ഡെമോ എന്ന് വെച്ചാൽ ജനങ്ങൾ, ഡെമോസ്. ഗ്രഫി എന്ന് വെച്ചാൽ വിവരിക്കുക. ഈ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ജനസംഖ്യാശാസ്ത്രത്തെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് എണ്ണമാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും മറ്റൊന്ന് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രവും. ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് വെച്ചാൽ അത് പൊതുവിൽ അളവുമായി ബന്ധപ്പെട്ട് എണ്ണം, ജനസംഖ്യ, അത് സ്ത്രീ പുരുഷ എണ്ണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, വിവാഹം, കുടിയേറ്റം എന്നിവയെ കണക്കാക്കുന്ന എണ്ണങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം. ഇത് സാമ്പത്തികവും രാഷ്ട്രീയമായ തലങ്ങളിലാണ്. അതായത് ഒരു വ്യക്തിയുടെ സാമ്പത്തികവും രാഷ്ട്രീയമായ തലങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ അവസ്ഥ എന്നിവയാണ് ഈ സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും മറ്റൊന്ന് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രവും. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് അളവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, മറ്റൊന്ന് ഒരു വ്യക്തിയുടെ സാമൂഹ്യ അവസ്ഥ, സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയമായ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നതാണ് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം. ജനസംഖ്യ എന്ന പദവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒന്നാണ് സെൻസസ്. എന്നാണ് നമ്മുടെ അവസാനമായ സെൻസസ് ആണത്? 2011. ഇനി അടുത്ത സെൻസസ് വരുന്നതെന്നാണ് 2021, അടുത്ത വർഷം. എന്നാൽ ഈ സെൻസസ് എന്ന പദം വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി വർഷം 18ാം നൂറ്റാണ്ട് മുതലേ ലോകരാജ്യങ്ങളിൽ സെൻസസ് എന്ന് പറയുന്ന സമ്പ്രദായം നടക്കുന്നുണ്ടായിരുന്നു, 18ാം നൂറ്റാണ്ട് അവസാനത്തിൽ. എന്നാൽ 1790 അമേരിക്കയിൽ ആദ്യമായിട്ട് ഒരു ഔദ്യോഗികമായ ഒരു സെൻസസ് സമ്പ്രദായം നടപ്പിലാക്കിയത്. അതിനുശേഷം ഇന്ത്യയില് 1862-72 കാലഘട്ടത്തില് ഇന്ത്യയില് സെൻസസ് ആരംഭിച്ചു, ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ട്. എന്നാൽ 1881 ഒരു സമ്പൂർണമായ ഒരു സെൻസസ് ഇന്ത്യയിൽ തുടങ്ങിയത്. അതിനുശേഷം ഓരോ 10 വർഷം കഴിയുമ്പോഴും നമ്മൾ സെൻസസ് നടത്തി വരാറുണ്ട്. സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷവും തന്നെ ഈ പ്രോസസ് നമ്മൾ 1950 മുതൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ 2011 കഴിഞ്ഞത്. ഇനി നമുക്ക് 2021 ഇതുമായി ബന്ധപ്പെട്ട സെൻസസ് നടക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടേതാണ്. അപ്പൊ നമുക്ക് സംശയം വരാം, ചൈന, ഇന്ത്യയേക്കാൾ ജനസംഖ്യ കൂടിയ രാജ്യമാണ് ചൈന. അവിടെയും സെൻസസ് ഉണ്ട്. പക്ഷെ അവിടെ നമ്മളെ പോലെ ഒരു കൃത്യമായ ഒരു സെൻസസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകം അംഗീകരിക്കപ്പെട്ടിരുന്ന ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടെ ആണ് എന്നാണ് നമ്മൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിലെ ചില സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തായി പരിചയപ്പെടാൻ പോകുന്നത്. അത് നമ്മുടെ പുസ്തകത്തിൽ ആദ്യമായി പറയുന്ന ഒന്നാണ് മാൽത്തൂസൻ സിദ്ധാന്തം. അതിൽ പറയുന്നത് മനുഷ്യന്റെ ഉപജീവന മാർഗങ്ങളുടെ വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക്. മനുഷ്യന്റെ ഉപജീവന മാർഗങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കാർഷിക ഉൽപാദനങ്ങൾ എന്നിവ വളരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജനസംഖ്യ എന്ത് ചെയ്യുന്നു? വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ എന്നും ദാരിദ്ര്യത്തിൽ തന്നെ കഴിയാനായിട്ട് വിധിക്കപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് ജനസംഖ്യാ വർധനവ് ജാമിതീയ രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ വർഷം 2 ആണെങ്കിൽ അടുത്ത വർഷം 4, അതിന്റെ അടുത്ത വർഷം 8, അതിന്റെ അടുത്ത വർഷം 16, അതിന്റെ അടുത്ത വർഷം 32 എന്ന ക്രമത്തിൽ ഗുണിച്ചു പോകുന്ന ക്രമത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ ഉപജീവന മാർഗങ്ങളുടെ വർധനവ് 2, 4, 6, 8 എന്നീ ക്രമത്തിൽ കൂടി പോകുന്ന തരത്തിലാണ്, സമാന്തര രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്നും ഇത്തരത്തിൽ പോയാൽ ദാരിദ്ര്യത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് ഈ ജനസംഖ്യാ വർധന നിയന്ത്രിക്കുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 2 മാർഗമാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് പ്രതിരോധാത്മക നിയന്ത്രണങ്ങൾ, അതായത് വിവാഹം വൈകിപ്പിക്കൽ, ബ്രഹ്മചര്യം തുടങ്ങിയ പ്രോസസ്സിലൂടെ നമുക്ക് ജനസംഖ്യാ വർധനവ് കുറയ്ക്കാൻ പറ്റും.
വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുന്ന കുറെ കൂടെ താമസിപ്പിക്കാൻ പറ്റും. ബ്രഹ്മചര്യമാണ് കുട്ടികൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരും. ആ ഒരു പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ജനസംഖ്യാ വർധനം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അതിന് അദ്ദേഹം പറഞ്ഞത് പ്രതിരോധാത്മക നിയന്ത്രണം എന്നാണ്. അതല്ലാതൊരു മാർഗം വരുന്നത് ഗുണാത്മക നിയന്ത്രണങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. അത് പറയുന്നത് യുദ്ധം, ക്ഷാമം, രോഗങ്ങൾ, പട്ടിണി. യുദ്ധം, ക്ഷാമം, രോഗം, പട്ടിണി എന്നിവ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇത് സ്വാഭാവികമായിട്ട് വരികയും ജനങ്ങൾ ചത്ത് ഒടുങ്ങുകയും ചെയ്യുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ജനസംഖ്യ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ജനസംഖ്യാ വർധനത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ഈ രണ്ട് മാർഗങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇന്നത്തെ സമൂഹത്തില് ഇത് നമുക്ക് പ്രായോഗികമാണ്. നമുക്ക് ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടി യുദ്ധം വരണം, അല്ലെങ്കിൽ അസുഖം വരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹം ഏത് സമൂഹത്തിലായാലും ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് ഒത്തിരി നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജനസംഖ്യാ വർധനം കുറച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഭക്ഷ്യ ഉൽപാദന രംഗത്ത് നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ മാൽത്തീസ് സിദ്ധാന്തത്തിന് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പ്രസക്തി എന്താണ്? കുറവാണ്. ജനസംഖ്യാ ശാസ്ത്രത്തിലെ മറ്റൊരു സിദ്ധാന്തമാണ് ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം. ഇത് ജനസംഖ്യാ വർധനവും സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. ജനസംഖ്യാ വർധനവും സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ സമൂഹവും അല്ലെങ്കിൽ ഓരോ രാജ്യവും അവിടുത്തെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ ഒരു സാമ്പത്തിക ക്രമീകരണമാണ് അല്ലെങ്കിൽ സാമ്പത്തിക വികസന മാതൃകയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനസംഖ്യ കൂടിയ രാജ്യങ്ങൾ അവരുടെ സമൂഹത്തിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക ക്രമം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വികസനം, അത്തരത്തിലാണ് അവർ മാതൃകകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ജർമ്മനി ജനസംഖ്യ വളരെ കുറഞ്ഞ ഒരു രാജ്യമാണ്. ചൈന ജനസംഖ്യ വളരെ കൂടിയൊരു രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളിലും അവരുടെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ സാമ്പത്തിക ക്രമീകരണം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ അവരവരുടെ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ അവരവരുടെ സമൂഹങ്ങളിലെ ജനസംഖ്യ എപ്രകാരമാണോ അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക ക്രമമായിരിക്കും അവർ രൂപീകരിക്കുക. അത്തരത്തിലുള്ള വികസന മാതൃകയായിരിക്കും അവർ പിന്തുടരുക. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജനസംഖ്യാ വളർച്ച പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറഞ്ഞിരിക്കുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് ജനസംഖ്യാ വർധന സംഭവിക്കുന്നത്. അത് ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ബോർഡിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഡിസ്പ്ലേ ശ്രദ്ധിക്കുക. ഞാനത് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം ഘട്ടം ശ്രദ്ധിക്കൂ. അല്പവികസിതവും സാങ്കേതിക പിന്നോക്കാവസ്ഥയിലുമുള്ള സമൂഹം. ഇപ്പൊ വികസനം കുറവാണ്, സാങ്കേതികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ്. അവിടെ എന്താ സംഭവിക്കുക? ഉയർന്ന ജനനനിരക്കും മരണനിരക്കുമായിരിക്കും. ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കും, മരണനിരക്കും അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടിരിക്കും. ആത്യന്തികമായിട്ട് എന്തായിരിക്കും അവിടുത്തെ റിസൾട്ട്? എന്തായിരിക്കും? കുറഞ്ഞ ജനസംഖ്യാ വളർച്ചാ നിരക്കായിരിക്കും. കുറഞ്ഞ ജനസംഖ്യ വളർച്ചാ നിരക്ക്. അപ്പോൾ 1-ാം ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അവിടുത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അല്പവികസിതവും സാങ്കേതിക പിന്നോക്കാവസ്ഥയിലുമുള്ള സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന ജനനനിരക്കും മരണനിരക്കുമായിരിക്കും അവിടുത്തെ പ്രത്യേകത. അത് ആയതിനാൽ കുറഞ്ഞ ജനസംഖ്യാ വളർച്ചാ നിരക്കായിരിക്കും 1-ാമത്തെ ഘട്ടത്തിലുള്ളത്. ഇനി 2-ാം ഘട്ടത്തിലേക്ക് നമുക്ക് നോക്കാം. 2-ാം ഘട്ടം പരിവർത്തനാത്മക ഘട്ടം എന്നാണ് നമ്മൾ പറയുന്നത്. പരിവർത്തിച്ച് മാറ്റം സംഭവിക്കുന്ന ഘട്ടം. അവിടുത്തെ പ്രത്യേകത നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാങ്കേതിക വിദ്യയിൽ പുരോഗതി പ്രാപിക്കാൻ തുടങ്ങുന്ന സമൂഹം. സാങ്കേതിക വിദ്യയിൽ പുരോഗതി പ്രാപിക്കാൻ തുടങ്ങുന്ന സമൂഹം ഉയർന്ന ജനനനിരക്കായിരിക്കും. ആ സമൂഹത്തിൽ ഉയർന്ന ജനനനിരക്കായിരിക്കും. മരണനിരക്ക് എന്തായിരിക്കും? താഴ്ന്നതായിരിക്കും. സാങ്കേതികവിദ്യ കുറച്ച് ഡെവലപ്പായതുകൊണ്ട് അവിടുത്തെ മരണനിരക്ക് എന്തായിരിക്കും? താഴ്ന്നതായിരിക്കും. അതുകൊണ്ട് ആത്യന്തികമായുള്ള റിസൾട്ട് എന്തായിരിക്കും? ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കായിരിക്കും. ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കാണ്. അപ്പോൾ ഒന്നുകൂടെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി. 2-ാമത്തെ ഘട്ടം പരിവർത്തനാത്മക ഘട്ടം എന്നാണ് ഇതിനെ പറയുന്നത്. സാങ്കേതിക വിദ്യയിൽ പുരോഗതി പ്രാപിക്കാൻ തുടങ്ങുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന ജനനനിരക്കായിരിക്കും, താഴ്ന്ന മരണനിരക്കുമായിരിക്കും. റിസൾട്ടായിട്ട് വരുമ്പോൾ എന്തുവരും? ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കാണ് ഈ ഘട്ടത്തിൽ പ്രത്യക്ഷമായി നമുക്ക് അനുഭവപ്പെടുക. ഇനി 3-ാമത്തെ ഘട്ടം വികസിത വ്യവസായവൽകൃത സമൂഹം. എന്നുവെച്ചാൽ സമൂഹം നല്ല വികസിച്ച് അതിൻ്റെ വ്യവസായവൽകൃത സമൂഹത്തിലായിട്ടുണ്ട്. എന്താണ്? സാങ്കേതിക വിദ്യയിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ആ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവിടെ താഴ്ന്ന ജനസംഖ്യാ നിരക്കും മരണനിരക്കുമായിരിക്കും. താഴ്ന്ന ജനസംഖ്യാ നിരക്കും മരണനിരക്കും. അപ്പോൾ മൊത്തത്തിൽ എന്താ സംഭവിക്കുക? താഴ്ന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കായിരിക്കും. ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്തായിരിക്കും അവിടുത്തത്? താഴ്ന്നത്. നമ്മൾ ഈ 3 ഘട്ടവും പരിശോധിച്ചാൽ
അതിൽ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ദ്രുതഗതിയിലുള്ള ഒരു ജനസംഖ്യാ വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഘട്ടത്തെയാണ് നമ്മൾ പരിവർത്തനാത്മക ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാ വിസ്ഫോടനം സംഭവിക്കുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ 3 ഘട്ടത്തിൽ പരിവർത്തനാത്മക ഘട്ടത്തിലാണ് ജനസംഖ്യാ വിസ്ഫോടനം സംഭവിക്കുന്നത്. കാരണം അവിടെയാണ് ജനസംഖ്യാ വർധനവിന്റെ തോത് കൂടുന്നത്. കാരണം അവിടെ നമ്മൾ എന്താ പറയുന്നത്, ശാസ്ത്ര സാങ്കേതിക രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും ഉണ്ടായ ആ ഒരു മേൽക്കൈ അവിടെ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞു. അത് ജനനനിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ജനസംഖ്യാ വർധനവ് ക്രമാതീതമായ തോത് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ എന്ത് പറയുന്നു, ജനസംഖ്യാ വിസ്ഫോടന ഘട്ടം എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. അത് പരിവർത്തന ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പൊ 3 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാം ഘട്ടത്തില് കുറഞ്ഞ ജനസംഖ്യാ വർധനമാണ്, രണ്ടാം ഘട്ടത്തില് വളരെ കൂടിയ ജനസംഖ്യാ വർധനമാണ്, മൂന്നാം ഘട്ടത്തില് കുറഞ്ഞ ജനസംഖ്യാ വർധന. ആ 3 കാര്യം നമുക്കൊന്ന് കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ അടുത്തായി പഠിക്കുന്നത് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചില ടേംസുകളാണ്. ജനനനിരക്ക്, മരണനിരക്ക്, ഫലഭൂയിഷ്ഠതാ നിരക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ജനനനിരക്ക്. അതാണ് നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തെ ഒരു വർഷത്തില് ഓരോ 1000-ലും ജീവനോട് ജനിക്കുന്ന ശിശുക്കളുടെ എണ്ണത്തെയാണ് നമ്മൾ ജനനനിരക്ക് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രദേശത്ത് ഒരു വർഷത്തില് ജീവനോട് ജനിക്കുന്ന ഓരോ 1000-ലെയും കുട്ടികളുടെ എണ്ണത്തെ നമ്മൾ എന്ത് പറയുന്നു, ജനനനിരക്ക് എന്ന് പറയുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രദേശത്ത് 10,000 ജനസംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ 50 കുട്ടികൾ ജനിക്കുന്നു ഒരു വർഷത്തിൽ. അങ്ങനെ നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? 50 ഭാഗം 10,000 ഇൻറ്റു 1000. 1000-ൽ എന്നാണ് നമ്മൾ നേരത്തെ പറയുന്നത്. അപ്പൊ 1000-ൽ എത്ര കുട്ടികൾ ജനിക്കുന്നു ഇങ്ങനെയാണ് കണക്കാക്കുക. 50 ഭാഗം 10,000 ഇൻറ്റു 1000. അപ്പൊ നമുക്ക് അവിടെ ജനനനിരക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ടൈമാണ് മരണനിരക്ക്. ഇങ്ങനെ തന്നെയാണ്. ഒരു പ്രദേശത്തെ ഓരോ 1000-ലും മരിക്കുന്ന ആളുകളുടെ എണ്ണത്തെയാണ് മരണനിരക്ക് എന്ന് പറയുന്നത്. മറ്റൊരു ടൈമാണ് ഫലഭൂയിഷ്ഠതാ നിരക്ക്. ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. 15 മുതൽ 45 വയസ്സ് 49 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ അവരുടെ ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ നിരക്കിനെയാണ് ഫലഭൂയിഷ്ഠതാ നിരക്ക് എന്ന് പറയുന്നത്. അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ശേഷി, അതുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. മറ്റൊരു ടൈം പറയുന്നത് ശിശു മരണനിരക്ക്. അതെന്തായിരിക്കും? ഒരു വർഷത്തിൽ ജനിക്കുന്ന ഓരോ കുട്ടിയിലും 1000-ൽ എത്ര പേർ ഒരു വയസ്സിന് താഴെ മരിക്കുന്നു, അതിനെയാണ് ശിശു മരണനിരക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത് ഒരു വർഷത്തില് ജനിക്കുന്ന ശിശുക്കളിൽ 1000-ൽ എത്ര പേർ ഒരു വയസ്സിന് താഴെ മരിക്കുന്നു, ആ കണക്കിനെയാണ് ശിശു മരണനിരക്ക് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അടുത്തൊരു ടൈമാണ് ആയുർദൈർഘ്യം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ശരാശരി, ഒരു മനുഷ്യന്റെ ശരാശരി ജീവിതകാലത്തെയാണ് നമ്മൾ എന്ത് പറയാ, ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. പണ്ട് ഇത് കുറവായിരുന്നു. ഇപ്പൊ നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതിയും മറ്റും നമ്മൾ ആയുർദൈർഘ്യം വളരെയധികം കൂടിയിട്ടുണ്ട്. അടുത്ത ഒരു ടേമാണ് ലിംഗ അനുപാതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം. ഒരു പ്രദേശത്ത് ഒരു കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത് 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണ് സ്ത്രീ പുരുഷ അനുപാതം. സ്ത്രീ പുരുഷ അനുപാതത്തിൽ നമുക്കറിയാം ഇവിടെ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ. അതിന് കുറെ കാരണങ്ങളൊക്കെ നമ്മൾ പറയുന്നു. സ്ത്രീ പുരുഷ അനുപാതം, പുരുഷന്മാരുടെ എണ്ണം കൂടാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. എന്നാലും സ്ത്രീ പുരുഷ അനുപാതം സ്ത്രീകൾക്ക് അനുകൂലമാകാനുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ചെറുപ്രായത്തിൽ സ്ത്രീകൾക്ക് പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. പ്രതിരോധ ശേഷി പെൺകുട്ടികൾക്കാണ് പ്രതിരോധ ശേഷി കൂടുതൽ. മറ്റൊരു കാരണം, സ്ത്രീകൾ വളരെയധികം നാൾ കൂടുതൽ ലൈഫ് പുരുഷന്മാരായിട്ട് ജീവിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ സ്ത്രീ പുരുഷ അനുപാതം സ്ത്രീകൾക്ക് അനുകൂലമാക്കാൻ ഉള്ള കാരണങ്ങളാണ്. അപ്പൊ 2 കാരണം. ഒന്നിതാണ് ശിശുക്കളിൽ പെൺകുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി അല്പം കൂടുതലാണ്. അതുപോലെ സ്ത്രീകൾ വളരെയധികം നാൾ എന്ത് ചെയ്യുന്നു, ജീവിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾ പുസ്തകം വായിക്കുക. അടുത്ത സെഷൻ അടുത്ത ക്ലാസ്സിലേക്ക് ഇടാം.